പ്രൈസ് ലോർഡ്. ഇരുന്നാട്ട്. നമ്മുടെ ശുശ്രൂഷ പൂർണ്ണമായിട്ടും ഒരു ആത്മതലത്തിലുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. പൂർണ്ണമായിട്ടും ആത്മാവിൻ്റെ ഹിതം നടക്കുന്ന ഒരു ശുശ്രൂഷ. അതെനിക്ക് എപ്പോഴും നല്ല ഉറപ്പാണ്. കാരണം ഒന്നും നോക്കാതെ തന്നെ ഞാൻ എന്ത് ചെയ്യും? ആത്മാവിൻ്റെ ഹിതത്തെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. അത് നമ്മുടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡയമെൻഷൻ ബ്രേക്ക് ആകും. നമുക്കത് സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത് ഒരാചാരത്തിനല്ല. ഹല്ലേലൂയ. നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് 100% എന്നൊരു വേർഡ് നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ദൈവം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പൂർണ്ണ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? നമ്മള് ദൈവത്തെ സ്നേഹിക്കണം. എല്ലാവരും എന്ന് പറഞ്ഞിട്ട് പൂർണ്ണ ഹൃദയത്തോടെ. ഹല്ലേലൂയ. ഈ ഗ്ലോറി റലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫുൾ എന്നൊരു വേർഡാണ്. പ്ലീറോമ എന്നൊരു ഗ്രീക്ക് പദമാണ്. ഈ ഗ്ലോറി ഡയമെൻഷനിലെ ഏറ്റവും വിലപ്പെട്ട ഒരു വാക്ക് എന്താണ്? ഫുൾ ഓഫ് ഗോഡ്. എല്ലാം ഫുള്ളാണ് ഇതിൻ്റെ അകത്ത്. ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയോളം നിറഞ്ഞു വരിക. നമ്മളത് വായിച്ചിട്ടുണ്ട് എഫേസ്യ ലേഖനത്തിൽ. നമ്മളത് അവിടെ എഴുതിയിരിക്കുന്നത് ബി ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗാഡ്. അപ്പൊ ഈ തലത്തിന്റെ പ്രത്യേകത എന്താണ്? ആത്മാവിന്റെ പൂർണ്ണത ഉള്ള ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ അകത്തേക്ക് ജഡം പ്രവേശിക്കുന്ന മിനിറ്റിൽ നമുക്ക് ഈ ഡയമെൻഷനുകൾ ബ്രേക്ക് ആകും. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാവുന്നെങ്കിൽ ഒരു ആമയും പറഞ്ഞാട്ടെ. ഇതിന്റെ അകത്തേക്ക് ജഡം പ്രവേശിക്കുന്ന മിനിറ്റിൽ ജഡത്തിന്റെ ഒരു ചിന്തയുമായി നിങ്ങൾ ഇതിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഇത് തകരും. ചർച്ച് തകരത്തില്ല, റലം തകരും. എന്താ ജോഷ് ബ്രദറെ? ചർച്ച് തകരത്തില്ല, റലം തകരും. ബിൽഡിംഗ് ഇടിഞ്ഞു വീഴത്തില്ല, പക്ഷെങ്കിൽ എന്താണ് തകരുന്നത്? ഉറക്കപ്പറ. റലം തകരും. നിങ്ങൾ ഇവിടെ വന്നത് ബിൽഡിങ്ങിനാണെങ്കിൽ വേറെ ഇഷ്ടം പോലെ ബിൽഡിംഗ് എന്തുണ്ട്? നമുക്ക് അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. നമ്മളിവിടെ വന്നത് ബിൽഡിങ്ങിന്റെ അകത്തിരിക്കാനല്ല, നമ്മളിവിടെ വന്നത് ഒരു റലത്തിന്റെ ആൾക്കാരായി മാറാനാണ്. ആ ചിന്ത നമ്മളിൽ നിന്ന് മാറുന്ന മിനിറ്റിൽ നമ്മൾ ജഡീകന്മാരായി. നമ്മൾ ആരായി? നമ്മൾ ജഡീകന്മാരായി. അവിടെയാണ് അതിന്റെ അപകടം കിടക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റുകൾ നിൽക്കും. പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റുകൾ നിന്നാൽ ആ നിൽക്കുന്ന സ്ഥലത്ത് അപ്പോസ്റ്റൽ ജാക്സൺ പിന്നെ ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി റൂമിലിരുന്ന് ആനന്ദിക്കും. അല്ലേ നല്ലത്? ശരിയല്ലേ? പരിശുദ്ധാത്മാവിന്റെ മൂവ് ഇല്ലാത്തടത്ത് നമ്മൾ നിൽക്കാൻ പെർമിഷൻ ഇല്ല. ഉണ്ടോ? ഒരിക്കലും നമുക്ക് പെർമിഷൻ ഇല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒന്നുകൂടെ പറയുന്നു, ദിസ് ഈസ് എ വെരി സീരിയസ് ഡയമെൻഷൻ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ മൂവിനെ ഈ ഹോളിൽ ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധ അവിടെ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നതും നഷ്ടമായി. നിങ്ങൾക്ക് റൂമിലിരുന്ന് ഒറ്റയ്ക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ റൂമിൽ പോയിരിക്കും. പക്ഷെ അത് റിയൽ അല്ല. കാരണം ഗ്ലോറി ഡയമെൻഷനിൽ 2 കാര്യങ്ങൾ നടക്കണം. എന്താണ് 2 കാര്യങ്ങൾ? ഒന്ന്, വൺനെസ് വിത്ത് ഗോഡ്. 2, വൺനെസ് വിത്ത് മാൻ. എന്താണ് നടക്കേണ്ടത്? എന്തോ യേശു പ്രാർത്ഥിച്ചത്? പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലും ആയിരിക്കുന്നത് പോലെ അവർ
നമ്മിലാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഗ്ലോറി ഡയമെൻഷന്റെ ഏറ്റവും വലിയ എസൻസ് കിടക്കുന്നത് വൺനെസ് വിത്ത് ഗോഡിലല്ല, വൺനെസ് വിത്ത് മാനിലും കൂടെയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, വൺനെസ് വിത്ത് ഗോഡ് ആൻഡ് വൺനെസ് വിത്ത് മാൻ. ഹല്ലേലൂയ. അത് മനസ്സിലാകുന്നവർ നല്ലൊരു ആമീൻ പറഞ്ഞേ. കാരണം നടക്കാൻ പാടില്ലാത്ത പലതുമാ നമ്മുടെ കൂട്ടത്തിൽ പോലും നടക്കുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മളും അറിയാതെ അതുമായിട്ട് അങ്ങ് യോജിച്ച് പോകാൻ തയ്യാറാകുക. നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. നമ്മൾ അതിൻ്റെ ആൾക്കാരായി മാറരുത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ഡയമെൻഷനാണ്. ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മൂവാണ് നടക്കേണ്ടത്. അപ്പോ ഇൻ ദ ഗ്ലോറി ഡയമെൻഷൻ 2 കാര്യങ്ങൾ നടക്കണം. എല്ലാവരും പറഞ്ഞാൽ 2 കാര്യങ്ങൾ നടക്കണം. 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, വൺനെസ് വിത്ത് ഗോഡ്. നമ്പർ 2, വൺനെസ് വിത്ത് മാൻ. അമ്മ വാക്യം എനിക്ക് വേണ്ടി ഒന്ന് വായിച്ചു തന്നെ. യോഹന്നാന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ അവസാനത്തോടടുപ്പിച്ച് വായിച്ചേ. യോഹന്നാൻ 17:20 ഒന്ന് വായിച്ചേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലും ആകുന്നത് പോലെ അവർ നമ്മിലാകേണ്ടതിന്. അപ്പം ഈ ആഴം നമുക്ക് മനസ്സിലാക്കണം. വേറെ ഒരു ചർച്ചിനും ഈ പ്രശ്നം ഇല്ല. ഉണ്ടോ? ഇല്ല. കാരണം അവർ ചർച്ചാണ് നടത്തുന്നത്. നമ്മൾ ചർച്ചാണോ നടത്തുന്നത്? അല്ല. നമ്മൾ നടത്തുന്നതിന്റെ പേരെന്താണ്? ഡയമെൻഷൻ. പാസ്റ്റർ അനോസിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും, ഐ ആം നോട്ട് എ ചർച്ച്, ഐ ആം വാർ. എനിക്ക് പറയാൻ ഇഷ്ടമുള്ള വാക്യം, ഐ ആം നോട്ട് എ ചർച്ച്, ഐ ആം എ ഡയമെൻഷൻ. ഓരോരുത്തർക്കും അല്പം വെളിപ്പാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. പുള്ളിയുടെ ഡയലോഗ് എന്താണ്? ഐ ആം നോട്ട് എ ചർച്ച്, ഐ ആം വാർ. ഞാൻ പറയുന്ന കാര്യം, വി ആർ നോട്ട് എ ചർച്ച്, വി ആർ എ റെലം. സത്യം പറഞ്ഞ റെലം പോയാൽ നമുക്കിതെല്ലാം നഷ്ടമായി. റെലം എങ്ങനെയാ ഉണ്ടാകുന്നത്? റെലം എപ്പോഴും ഉണ്ടാകുന്നത് ഒരു കോമ്പിനേഷൻ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യണം. ചായ ഉണ്ടാക്കണമെങ്കിൽ പാലും വെള്ളവും ചായപ്പൊടിയും പഞ്ചസാരയും ഒന്നിക്കുമ്പോൾ ചായ എന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടായി. വെള്ളം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഹൈഡ്രജനും ഓക്സിജനും ഒരു അനുപാതത്തിൽ ഒന്നിച്ചപ്പോ H2O ആയപ്പോ എന്തോ ആയി? ഹൈഡ്രജനും ഓക്സിജനും ഒന്നിച്ചപ്പോ എന്തോ ആയി? വെള്ളം ഉണ്ടായി. വീഞ്ഞിന് അതിൻ്റെതായ ഫോർമുലകളുണ്ട്. ഓരോ സാമ്പാർ എങ്ങനെ ഉണ്ടാകുന്നേ? പല കഷണങ്ങൾ ഒന്നിച്ചിട്ട് അതിൻ്റെതായ പൊടികളിട്ട് വെള്ളമിട്ട് ഒന്നിപ്പിക്കുകയാണ്. ഒന്നിപ്പിക്കുമ്പോൾ ഒരു ഡയമെൻഷൻ ഉണ്ടായി വരികയാണ്. ഒരു പുതിയ ഒരു തലം ഉണ്ടായി വരികയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഗ്ലോറി ഡയമെൻഷന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഗ്ലോറി ഡയമെൻഷന്റെ സീരിയസ്നെസ് ഇനി നമ്മൾ ഭാവിയിൽ എന്നെ കാണാൻ പോകുന്നവര് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദിസ് ഈസ് സീരിയസ്. എല്ലാവരും പറഞ്ഞ ദിസ് ഈസ് സീരിയസ്. ഉറക്കെ പറഞ്ഞ ദിസ് ഈസ് സീരിയസ് ബിസിനസ്. ഉറക്കെ പറഞ്ഞ ഇതൊരു ഭയങ്കര സീരിയസ് ബിസിനസ് ആണ്. ഭയങ്കര സീരിയസ് ബിസിനസ് ആണ്. പക്ഷെ നമ്മളെ തടയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഇത്രയും നാൾ കണ്ട ചർച്ച്. കാരണം നിങ്ങൾ ഇവിടെ വന്നപ്പോഴും നിങ്ങളും ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ വന്നത്, പക്ഷെ തലയ്ക്കകത്തിരിക്കുന്ന എന്തുവാ? ചർച്ച്. ആണെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ലെന്ന് പറ. ആണ്. എത്ര നമ്മൾ തലേന്ന് മാറ്റാൻ നോക്കിയിട്ടും അത് മാറത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മൾ സങ്കീർത്തനം എപ്പോഴാ വായിച്ചത്? പരിശുദ്ധാത്മാവ് പറഞ്ഞ ആദ്യം സങ്കീർത്തനം വായിക്കണമെന്ന്. ഇവിടെ കുറച്ചുകൂടെയൊക്കെ ആൾക്കാർ കമ്മിറ്റിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്നെ പിടിച്ച് കൊക്കിന് പിടിച്ച് വെളിയിലിട്ടേനെ.
കമ്മിറ്റി ഇല്ലാത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ പാസ്റ്ററെ ആദ്യ സങ്കീർത്തനം വായിച്ചത്? അത് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ്? ഏത് പരിശുദ്ധാത്മാവ്? 2 പാട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാവൂ? 2 പാട്ട് കഴിഞ്ഞ് ഞാനത് വായിച്ചാൽ പരിശുദ്ധാത്മാവ് അതിൻ്റെ അകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മളായിരിക്കുന്ന ഡയമെൻഷന്റെ സീരിയസ്നെസ് നമുക്കിപ്പോഴും എന്തായിട്ടില്ല? ബോധത്തിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ. അത് നമ്മളെ തകർക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളായിരിക്കുന്ന ഡയമെൻഷന്റെ വലിപ്പം, അതിൻ്റെ എസൻസ്, അത് എന്താണ് ജാക്സൺ ബ്രദർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെന്താണ് ഈ സംഭവം എന്ന് നമുക്ക് ശരിക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വിലയേറിയ, അതൊരു ഭയങ്കര നാശമായിട്ട് മാറും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു ആമേൻ പറഞ്ഞാട്ടെ. മനസ്സിലാകുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ടെ. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ചില ചർച്ചകൾ ഓടിക്കുന്നത് ബഹളത്തിലാണ്. എങ്ങനെയാണ്? ബഹളത്തിലാണ്. ഇപ്പം അമേരിക്കയിലുള്ള കുറേ ചർച്ചുകൾ ഭയങ്കര മില്യൺ ഫോളോവേഴ്സ് ആണ്. അവർ ഓടിക്കുന്ന എങ്ങനെയാണെന്ന് പറയാം, ആ ചർച്ചിനൊരു ഫോർമുല ഉണ്ട്. കുറെ ലൈറ്റിങ്സ് ഉണ്ട്, കുറെ വലിയ സ്ക്രീൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓടിക്കുന്ന ചർച്ചുകളുണ്ട്. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാവുന്നുണ്ടോ? അവര് ആ മ്യൂസിക്കിന്റെ ബഹളത്തിന്റെ അകത്താണ് ഇതിനെ ഓടിക്കുന്നത്, ഈ വണ്ടി ഓടിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്ന ഒരു ആമീൻ പറഞ്ഞേ. ആമീൻ പറഞ്ഞേ. അത് ഫീലിങ്ങിനെ ഉണ്ടാക്കും. എന്തോ ഉണ്ടാക്കും? എല്ലാവരും പറഞ്ഞേ ഫീലിംഗ്. പക്ഷെ ഫീലിംഗിൽ ദൈവം ഇല്ല. എല്ലാവരും പറഞ്ഞേ ഫീലിംഗിൽ ആരില്ല? ദൈവം. ചിലപ്പോ ഉണ്ടാകും, ചിലപ്പോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ മനസ്സിൽ. ഇപ്പോ ഞാൻ ഒരു സിമ്പിൾ കാര്യം ചോദിക്കാം. അഞ്ചിത ഒരു സിമ്പിൾ കാര്യം ചോദിക്കാം. നീ ഇപ്പൊ എങ്ങനെയാ വന്നേ? ബസ്സിലോ ഓട്ടോയിലോ? ഓട്ടോയിൽ വന്നപ്പോ നീ ദൈവത്തെ ഫീൽ ചെയ്തോ? കള്ളം പറയരുത്. ചെയ്തില്ലല്ലോ. പക്ഷെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടോ? അപ്പൊ ഫീലിംഗ് അല്ല ദൈവം. എല്ലാവരും പറഞ്ഞ ഫീലിംഗ് അല്ല ദൈവം. പക്ഷെ നമ്മുടെ തലയിൽ ഫീലിംഗ് ആണ് ദൈവം. ഞാൻ ദൈവത്തെ ഫീൽ ചെയ്തു, നല്ല കാര്യമാ. പക്ഷെ എപ്പോഴും ഫീലിംഗ് ആണ് ദൈവമെന്ന് ഞാൻ എന്ത് ചെയ്യരുത്? വിചാരിക്കാൻ പാടില്ല. അപ്പൊ ചില ചർച്ചുകളുടെ ബേസ്മെന്റ് എന്താണെന്ന് അറിയാവോ? മ്യൂസിക് കൊണ്ടുണ്ടാക്കുന്ന ഫീലിംഗ് ആണ്. ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറഞ്ഞേ. നല്ലൊരു ആമീൻ പറഞ്ഞേ. മ്യൂസിക്കിന് എന്തോ ഉണ്ടാക്കാൻ പറ്റും? ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അറിയാമെന്ന് നിങ്ങൾക്ക് അറിയാവോ? കീബോർഡ് അറിയാം. ശ്രദ്ധിക്ക്, നിങ്ങൾ വേറെ കാര്യം നോക്കിക്കൊണ്ടിരിക്കാതെ. കീബോർഡ് അറിയാം, ഇലക്ട്രിക് ഗിറ്റാർ അറിയാം. എനിക്ക് വയലിൻ കുറച്ച് വായിക്കാൻ അറിയാം. ഫ്ലൂട്ട് ചെറുതായിട്ട് 2 ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ അതും കുറച്ച് വായിക്കാൻ അറിയാം. ബേസ് ഗിറ്റാർ നന്നായിട്ട് വായിക്കാൻ അറിയാം. റിതം പാഡും വായിക്കാൻ അറിയാം. ഇതെല്ലാ ഇൻസ്ട്രുമെന്റുകളും എനിക്ക് വായിക്കാൻ അറിയാം. എങ്ങനെ ഫീലിംഗ് ഈ ചർച്ചിൽ ഉണ്ടാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, ഫീലിംഗിൽ നിർബന്ധമായിട്ടും ഞാൻ ഉണ്ടാകണമെന്നില്ല. ശ്രദ്ധിച്ചാട്ടെ. ഫീലിംഗിൽ ഞാൻ ഉണ്ടാകണമെന്ന് നിർബന്ധം ഇല്ല. എല്ലാം പറഞ്ഞ ഫീലിംഗിൽ ദൈവം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നമ്മുടെ ചർച്ചിന്റെ ബേസ്മെന്റ് ഫീലിംഗ് അല്ല. എന്തോ അല്ല, നമ്മുടെ ചർച്ചിന്റെ അടിസ്ഥാന ഫീലിംഗ് അല്ല. ഫീലിംഗും ഉണ്ടാകാം, അത്രേ ഉള്ളൂ. അല്ലേ? ഫീലിംഗും ഉണ്ടാകാം, പക്ഷെ ഫീലിംഗ് അതിന്റെ അടിസ്ഥാനമല്ല. കാരണം ഫീലിംഗിന്റെ ബേസ്മെന്റ് സ്പിരിറ്റിലല്ല, നമ്മുടെ ഇമോഷൻ സോളിലാണ് കിടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരു സ്പിരിറ്റ് ഒരു സ്ഥലത്ത് വരുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകാം. പക്ഷെ അതേ ഫീലിംഗ് പോലത്തെ ഫീലിംഗ് എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടും ഉണ്ടാക്കിയെടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ അമ്മയെ ഞാൻ പാടാൻ കയറ്റാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. ശരിയാണോ? നമ്മുടെ ശുശ്രൂഷയിൽ
കാരണം ഞാൻ പറയാം, എൻ്റെ അമ്മ നല്ലൊരു പാട്ടുകാരിയാണ്. അതാണ് പ്രശ്നം. എൻ്റെ അമ്മ ആരാണ്? നല്ലൊരു പാട്ടുകാരി. ബ്രദറെ, നല്ല പാട്ടുകാരിയല്ലേ ആദ്യം പാടാൻ കയറ്റേണ്ടത്? അല്ല, നല്ല പാട്ടുകാരി ആയതുകൊണ്ടാണ് അവസാനം ഞാൻ എൻ്റെ അമ്മ പാടാൻ തുടങ്ങി. ഇപ്പം 1-2 മാസമായിട്ടോ. അതിനു മുമ്പ് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഒന്നും ഞാൻ അമ്മയെ പാടിപ്പിക്കത്തില്ല. എൻ്റെ അമ്മ പാടിയാണ് ഡിസ്ട്രിക്റ്റ് തലത്തിൽ ഫസ്റ്റ് കിട്ടുന്നത് AG സഭയിൽ. അപ്പം എൻ്റെ അമ്മയുടെ പാട്ട് അത്ര നല്ല. അമ്മയ്ക്ക് നോർമലായിട്ടും പാടാൻ അറിയാം, സംഗതികളും പാടും. പക്ഷെ ദൈവം പറഞ്ഞു, മേലാ കയറ്റരുത്. മേലാൽ എന്ത് ചെയ്യരുത്? കയറ്റരുത്. അവളെ ഇട്ട് പണിയ, ഡയമെൻഷൻ കൊടുക്ക്. ആ ഡയമെൻഷനിലേക്ക് അവൾ കയറുന്നുണ്ട് എന്ന് നീ ഉറപ്പ് വരുത്തിയിട്ടേ എന്ത് ചെയ്യാവും. അതിന് എത്ര മാസങ്ങളുടെ പണി ചെയ്തെന്നറിയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് ഫീലിംഗിന്റെ പാട്ടിൽ നിന്നും ഡയമെൻഷന്റെ പാട്ടിലേക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കണം. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ഫീലിംഗിൽ നിന്നും ഡയമെൻഷന്റെ ലെവലിലേക്ക്, ആത്മതലത്തിൽ പാടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിയണം. ഞാൻ എന്താ ഇന്ന് ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇത് യൂട്യൂബിൽ നമ്മൾ വിടും. ഇതെല്ലാവരും ഒന്ന് അറിയണം. എനിക്ക് തോന്നുന്നു അതാണ് ഇന്നത്തെ സംഭവം. ഇപ്പം ലൈവില്ല, പക്ഷെ എഡിറ്റ് ചെയ്ത് ഇത് യൂട്യൂബിൽ പോകും. എല്ലാവരും ഇത് കേൾക്കണം. കാരണം എല്ലാവരും തലയിൽ ഒരു ചർച്ചുണ്ട്. അതിന് വിപരീതമായി ശരിക്കുള്ള സാധനം ഞാൻ പെരുമാറുമ്പോൾ അത് തല കയറുന്നില്ല. അത് കുറ്റമല്ല. വർഷങ്ങളായിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് ഇത് കയറാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. ശരിയാണെങ്കിൽ ആണെന്ന് പറ. ശരിയാണ്. പക്ഷെ ഇപ്പൊ എന്തോ മനസ്സിലായി? മനസ്സിലായി, ഇതാണ് ഡയമെൻഷൻ. ഇപ്പൊ മനസ്സിലായി. ഹല്ലേലൂയ. അപ്പൊ ശരിയായത് മനസ്സിലാക്കണമെങ്കിൽ പണ്ടുള്ളതിനെ ഓർക്കരുത്, മുൻപുള്ളതിനെ നിരൂപിക്കുകയും അരുത്. ദൈവം പുതിയതൊന്നും നമ്മുടെ നടുവിൽ ചെയ്യുകയാണ്. ശരിക്കുമുള്ളൊരു സംഭവം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കുമുള്ള മഹത്വതലം നമ്മുടെ നടുവിൽ വരാൻ പോകുകയാണ്. പക്ഷെ എനിക്കതിന് നിങ്ങളുടെ സഹകരണം കൂടെ വേണം. ഹല്ലേലൂയ. കാരണം ഇത് വൺനെസ് വിത്ത് ഗോഡ് മാത്രമായിരുന്നെങ്കിൽ ഇതെനിക്ക് വീട്ടിലിരുന്നാൽ ചെയ്യാം. ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഭാഗമാണ് ഇതിൻ്റെ അകത്ത് വിഷയം. വൺനെസ് വിത്ത് ഗോഡ് കഴിഞ്ഞിട്ട് ഇതിൽ ഏതിലേക്ക് വരണം? വൺനെസ് വിത്ത് മാൻ. ദൈവവുമായിട്ടുള്ള ഒരുമ, മനുഷ്യനുമായിട്ടുള്ള ഒരുമ. പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലും. ഇത് റൂമിലിരുന്നാലും കിട്ടും. പക്ഷെ അതുപോലെ അവർ, മീൻപിടുത്തക്കാരായ ഇവന്മാര്, മീൻനാറ്റമുള്ള ഇവന്മാര്, മുക്കുവന്മാരായ ഇവന്മാര്, ചുങ്കക്കാരായ ഇവന്മാര് നമ്മിലാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചുങ്കക്കാര് അല്ലെങ്കിൽ ഇവരെ നമ്മിലാക്കുമ്പോൾ, ഹല്ലേലൂയ, ചിലർ ചിന്തിക്കും ഞങ്ങൾ മണ്ടന്മാരായതുകൊണ്ടാണ് ഇവരൊക്കെ പെട്ടെന്ന് സ്ഥാനങ്ങൾ കൊടുക്കുന്നതെന്ന്. അല്ല, അവിടെ കിടക്കുന്നവന്മാരെ ഇവിടെ കേറ്റേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ മേ കിടക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇത് ഗ്ലോറി അല്ല. അല്ലെങ്കിൽ ഇതെന്തോ അല്ല, ഇത് ഗ്ലോറി അല്ല. ഇത് വേറെ ഏതോ ഒരു ചർച്ചായിട്ട് ഇത് മാറും. അവിടെ വീണ്ടും അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നെങ്കിൽ ആമീൻ പറഞ്ഞാട്ടെ. എല്ലാവരും പറഞ്ഞേ, ഇനി ഞാനൊരു ചർച്ചയിലേക്കല്ല പോകുന്നത്. ഐ ആം കമ്മിങ് ഇൻടു എ ഡയമെൻഷൻ. ഉറക്കെ പറഞ്ഞേ, മൈക്കിൽ കൂടെ പറഞ്ഞേ, ഇതൊരു ചർച്ചല്ല, ഇതൊരു ആത്മതലമാണ്. ആത്മതലത്തിന് അതിൻ്റെതായ ഫോർമുലകളുണ്ട്. H2O പകരം H3O ആക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് വെള്ളമാകുമോ? ഇനി H2O പകരം H2O2 ആക്കിയാൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആകും, വെള്ളമാകത്തില്ല. അപ്പോൾ ഒരു ഫോർമുല മാറിയാൽ ഫിസിക്കൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങളിൽ ഉണ്ടാകുന്ന ഈ ശുശ്രൂഷയോടും ഈ ആത്മതലത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന
ഒരു തിരിവ് പോലും ഇതിനെ ബാധിക്കും. നിങ്ങളുടെ ചിന്തയിൽ വേറെ ഒരു വിശ്വാസിയോടൊരു നെഗറ്റീവ് തോന്നിയാൽ നിങ്ങൾ ചിന്തിക്കുക, അതൊരു ചിന്തയല്ലേ ബ്രദറെ? എന്താണ്? ഒരു ചിന്തയല്ലേ ഉള്ളൂ. ഹല്ലേലൂയ. ആ ഒരൊറ്റ ചിന്ത മതി പരിശുദ്ധാത്മാവ് ആത്മതലങ്ങൾ ബ്ലോക്കായി പോകും. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ രാധമ്മാൻറ്റിക്ക് ശോഭനാൻറ്റിയോട് ഒന്നും ഇല്ല, എക്സാമ്പിൾ, എന്തോ ഒരു നെഗറ്റീവ് ചിന്ത വന്നാൽ, അല്ലെങ്കിൽ തിരിച്ച് ശോഭനാൻറ്റിക്ക് രാധമ്മാൻറ്റിയോട് ഒരു നെഗറ്റീവ് ചിന്ത എക്സാമ്പിൾ ആണ്, ഒന്നുമില്ല, വന്നാൽ തീർന്നു. പക്ഷെ നമ്മുടെ തലയിൽ തീർന്നു എന്നുള്ള ബോധമില്ല. നമ്മുടെ തലയിൽ അത് ഓക്കെയാ. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ പൊക്കോണ്ടിരുന്ന ചർച്ചിൽ ഞങ്ങൾ കണ്ട കാര്യം ഞാൻ പറയാം. ഞങ്ങൾ കണ്ട കാര്യം എന്നാ, പാസ്റ്ററിനെ കഴിഞ്ഞ ആഴ്ച കൊക്കിന് പിടിച്ച് വെളിയിൽ ഇറക്കിയവൻ അടുത്ത ദിവസം മുമ്പിൽ വന്ന് ഇരിപ്പുണ്ട്. അപ്പോഴും ചർച്ച നടക്കുക. ഇത് കണ്ട് 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 അടുത്ത ആഴ്ച പോലീസ് മുമ്പിൽ വന്ന് നിപ്പുണ്ട്. അതിന്റെ അടുത്ത ആഴ്ചയും ചർച്ച നടക്കുക. ഇനി ഇച്ചിരി കേറി പറയാം, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പാസ്റ്റർ ടോം ആൻഡ് ജെറി ആണെന്ന് പറഞ്ഞ് പടവിട്ടവനാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. അന്നും അവൻ ഹല്ലേലൂയ എന്ന് പറയുമ്പം ഹല്ലേലൂയ പറയുന്ന എല്ലാം ചർച്ച നടക്കുക. പടവിട്ടവനാണ് ലെറ്റ്സ് വർഷിപ്പ്. അന്നും സൂപ്പറായിട്ട് ആരാധനയുണ്ട്, ബഹളമുണ്ട്, ചർച്ച നടന്നു. ഇതാണ് നമ്മുടെ തലയിലും ഉള്ളത്. പക്ഷെ ഈ ചർച്ച് അന്ന് തീരും. ഈ ചർച്ചിന്റെ ഡോർ അന്ന് അടയും. അത്രയ്ക്ക് ബ്രദർ പറഞ്ഞു ഇച്ചിരി കട്ടി കുറയ്ക്കണേന്ന്. പക്ഷെ ഇവിടെ കട്ടി കുറയ്ക്കാൻ വന്നതാ കൂടി പോവാ. എനിക്കറിയാം, ബ്രദർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ബ്രദറെ ഇച്ചിരി കട്ടി കുറയ്ക്കണേ. പക്ഷെ എനിക്ക് കട്ടി കുറയ്ക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ നിന്നപ്പോൾ പറയാനുള്ള പാട്ട് പാടാനല്ല ഞാൻ പറഞ്ഞു, പക്ഷെ പറ്റുന്നില്ല. ഇതെല്ലാരും കേൾക്കണം. കട്ടി കൂട്ടാൻ പോവാ നമ്മൾ. കട്ടി കൂട്ടുമ്പോ ഉണ്ടല്ലോ സെലക്ഷൻ കുറയും. ചുരുക്കം പേരെ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യത്തുള്ളൂ? അത് മതി. ചുരുക്കം പേർക്കുള്ള റലമാണ് ഗ്ലോറി റലം. അപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ആൾക്കാരുടെ എണ്ണമല്ല, ക്വാളിറ്റിയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ ഐഡന്റിറ്റി, ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ആ ചർച്ചിൽ ഇത്രയും ആൾക്കാരുണ്ട്, ആ ചർച്ചിന്റെ ഐഡന്റിറ്റി എന്തുവാ? ആളുകളുടെ എണ്ണമാണ് ഐഡന്റിറ്റി. പക്ഷെ നമ്മുടെ ശുശ്രൂഷയുടെ ഐഡന്റിറ്റി എന്തുവാ? ക്വാളിറ്റിയാണ് ഐഡന്റിറ്റി. ഓരോ വ്യക്തിയിൽ എത്രയും ദൈവപുത്രൻ ജനിച്ചു, എത്രയും ഒരു വ്യക്തിക്ക് മനുഷ്യനല്ല ദൈവമായി ചിന്തിക്കാൻ പറ്റുന്നു. മിനി ജെയിംസ് എത്രയ്ക്ക് ദൈവമായി ചിന്തിക്കാൻ തുടങ്ങി. ആമീൻ പറഞ്ഞട്ടെ. ശബ്ദമില്ല, ആമീൻ പറഞ്ഞട്ടെ. ജോഷ് ബ്രദറിൽ നിന്ന് എത്ര ജോഷ് ബ്രദർ മരിച്ചു, എത്ര ദൈവം എഴുന്നേറ്റു. ഈ ദൈവത്തെ അകത്തിട്ടിരിക്കുക. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ, പക്ഷെ വെളിയിലോട്ട് വരുന്നില്ല. ആന്റി ശോഭനാന്റി, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ നമ്മൾ എവിടെ ഇട്ട് പൂട്ടി? നമ്മുടെ അകത്തിട്ട് പൂട്ടി. കൊലോസ്യർ 1:28 മുതൽ എഴുതിയിരിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. ഹല്ലേലൂയ. നിങ്ങളിൽ ഉള്ള ആളിനെ എത്രയും നമുക്ക് വെളിയിലേക്ക് റിലീസാക്കാൻ പറ്റിയെന്നുള്ളതാണ് ക്വാളിറ്റി. ഹല്ലേലൂയ. ശബ്ദവൃത്തി ആമീൻ പറഞ്ഞാട്ടെ. എന്നിൽ നിന്ന് ക്രിസ്തു വെളിപ്പെടാൻ സമയമായി. ആമീൻ പറഞ്ഞേ. ബോധമുള്ളവർ ആമീൻ പറ. നല്ല ആമീൻ പറ. ഹല്ലേലൂയ. എന്നിൽ നിന്ന് ക്രിസ്തു വെളിയിൽ വരാൻ ടൈമായി. ആശയം ക്ലിയർ ആണോ? അഞ്ജിതയ്ക്ക് ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തുവാ? ക്വാളിറ്റി ആണ്, ക്വാണ്ടിറ്റി അല്ല. എല്ലാവരും പറയാം, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി ആണ്. ആ ക്വാളിറ്റി ഉള്ള ആൾക്കാർ വർദ്ധിച്ചാൽ നമുക്ക് സന്തോഷം. അല്ലേ ഞാൻ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് മീറ്റിംഗ് നടത്തിയിട്ടില്ലേ?
അല്ലേ? അപ്പോഴൊക്കെ എന്തൊരു ആനന്ദമായിരുന്നു. ആ തിരുവല്ലേ വെച്ച് ആകപ്പാടെ അംബികാന്റിയും വരും, അല്ലേ, ജെൻസൺ ബ്രദറും വരും, നമ്മളും ഇരിക്കും. അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ദൂതന്മാരിറങ്ങുന്നു, അതിറങ്ങുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ജഡം കയറിയപ്പോൾ ആള് കൂടിയിട്ട് വലിയ കാര്യം ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം ഈ അപ്പോസ്തലന്റെ മിനിസ്ട്രിയിൽ ജഡമില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജഡത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പോകുകയാണ്? തകർക്കാൻ പോകുകയാണ്. ജഡസംഹാരത്തിന് ഏൽപ്പിച്ചെന്നൊരു വാക്യമുണ്ട്. എവിടാന്നറിയാമോ? 1 കൊരിന്ത്യർ 5:4-5. നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. മതി, പൗലോസ് എന്ന ഞാൻ ഇതാ ജഡ്ജ്മെന്റ് പാസാക്കുന്നു. കൊരിന്ത് സഭയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവനെ എന്തിനു വിധിച്ചിരിക്കുന്നു? ജഡസംഹാരത്തിനായി വിധിച്ചിരിക്കുന്നു. ഞാൻ അത്രയൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തോ അമ്മ? ഇല്ല. പപ്പ അത്രയും ഞാൻ ചെയ്തോ? അപ്പൊ ഞാൻ ചെയ്തത് എന്ത് പറ്റി? കുറഞ്ഞുപോയി. ജോഷ് ബ്രദറെ ചേർന്ന് പറ, കുറഞ്ഞുപോയി. പൗലോസ് ചെയ്തത് ചെയ്യാനല്ലേ അപ്പോസ്തലനെ വിളിച്ചിരിക്കുന്നത്. പൗലോസ് എന്തിനേൽപ്പിച്ചു ആ പാർട്ടിയെ? ജഡസംഹാരത്തിനായി. തീർത്തുകളാ. അത്രയും അപ്പോസ്തലൻ ചെയ്തോ? ഇല്ല. അത്രയും ചെയ്യണം. സ്റ്റാൻഡേർഡ് കേറ്റ്, പിടി കേറ്റ്. അതിൽ കുറെ പേര് ഇട്ടിട്ട് പോണം. നമ്മൾ സ്റ്റാൻഡേർഡ് കയറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? കുറെ പേർക്ക് ഭ്രാന്ത് പിടിക്കണം. ഓ ഇത് നടക്കൂല, ഗെറ്റ് ഔട്ട്. പക്ഷെ അത് കഴിഞ്ഞ് കുറെ പേര് ഇതിൻ്റെ അകത്ത് നിൽക്കും. അവരാണ് സ്പിരിച്വൽ മാൻ. ഹല്ലേലൂയ. ഇവിടെ ഇദ്ദേഹത്തിന്റെ തെറ്റെന്താണ്? 5:1 വായിച്ചേ. കൊരിന്ത് സഭയിൽ ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. സഭയിൽ അപ്പൊ എന്തോ ഉണ്ട്? ദുർനടപ്പുണ്ടെന്ന്. പൗലോസ് സ്ഥാപിച്ച സഭയിൽ ജഡം എൻട്രി ചെയ്തു, ദുർനടപ്പുണ്ട്. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ജാതികളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ സഭയിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നല്ലേ അർത്ഥം? അതെ. പൗലോസ് സ്ഥാപിച്ച സഭയിൽ അത് നടന്നു. ആമീൻ പറ. ആമീൻ പറ. ഹല്ലേലൂയ പറ. പൗലോസ് സ്ഥാപിച്ച സഭയിൽ എന്തോ നടന്നു? ദുർനടപ്പ് നടന്നു. ഓക്കേ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. അപ്പം ഇവർക്ക് ഇതൊന്നും എന്തോ അല്ല, കമ്മിറ്റിക്ക് ഇതൊന്നും എന്തല്ല, പ്രശ്നമല്ല. അവന് പാവമല്ലേ? എന്തോപ്പാ പാവമല്ലേ? ഇച്ചിരി നമുക്ക് കട്ടി കുറച്ച് എന്ത് ചെയ്യാം, എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പാവമല്ലേ? ഒന്നുകൂടെ വായിച്ചു ആ വാക്യം, ഒന്നുകൂടെ വായിച്ച്. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. അപ്പൊ ഇതിൽ നിന്ന് ഇവരുടെ ഇടയിൽ നിന്ന് നീക്കണമെന്നൊന്നും ഇവർക്ക് എന്ത് ചെയ്തിട്ടില്ല, തോന്നിയിട്ടേ ഇല്ല. അടുത്ത വാക്യം. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും. ഞാനിപ്പം സ്ഥലത്തില്ല, ഞാൻ സഭ സ്ഥാപിച്ചിട്ട് ഇപ്പം വേറെ മിഷണറി യാത്രയിലാണ്, ഞാനിപ്പോ സ്ഥലത്തില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും. ശരീരത്തിൽ നിങ്ങളുടെ കൂടെ ഇല്ല, ആത്മാവ് കൊണ്ട് കൂടെയുള്ളവൻ. പക്ഷെ ആത്മാവിൽ ഞാൻ നിങ്ങളുടെ അപ്പോസ്തലനാണ്, ഞാൻ നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഞാൻ നിങ്ങളുടെ മധ്യയിൽ ആത്മാവിലുണ്ട്. ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. അപ്പൊ ദൈവശക്തി കൊണ്ട് സൗഖ്യമാക്കാം, വിടുതലാക്കാം, ജഡസംഹാരത്തിന് ഏൽപ്പിക്കുകയും ചെയ്യാം. അപ്പോ എത്ര സീരിയസ് ആയിരിക്കണം നമ്മൾ. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ആള് കുറയും ബ്രദറെ,
കമ്മിറ്റി മെമ്പേഴ്സെ, ക്ലോവയുടെ വീട്ടുകാർ എഴുതിയപ്പോഴാണല്ലോ തിരിച്ച് ഈ ലേഖനം അങ്ങോട്ട് എഴുതുന്നത്. ക്ലോവയുടെ വീട്ടുകാരാണ് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പൗലോസിന് ലേഖനം എഴുതുന്നത്. അത് 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവരേ ഉള്ളൂ ഇച്ചിരി തലയ്ക്ക് വിവരമുള്ള ബിലീവേഴ്സായിട്ട് അവിടെ, ബാക്കി എല്ലാം തല്ലിപ്പൊളികളാണ്. ഹല്ലേലൂയ. അപ്പൊ പൗലോസിനൊരു ലേഖനം എഴുതി, പൗലോസെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഞാൻ കേട്ടല്ലോ. കാരണം ക്ലോവയുടെ വീട്ടുകാരെന്തോ എഴുതി, ക്ലോവയുടെ വീട്ടുകാരല്ലേ. വായിച്ചേ 1:11. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പൊ ക്ലോവയുടെ വീട്ടുകാരാണ് പൗലോസിന് ലേഖനം എഴുതുന്നത്. പൗലോസേ, ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് ഈ സഭയിൽ ഇനി തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അടി വഴക്ക്, പൗലോസിന്റെ പക്ഷം അപ്പല്ലോസിന്റെ പക്ഷം, ദുർനടപ്പ്, കർത്തൃമേശയുടെ നടുവിൽ അടി. ഞങ്ങൾക്ക് വയ്യ, എന്തെങ്കിലും ഒരു പരിഹാര ലേഖനം തിരിച്ചിങ്ങോട്ട് എഴുതണം, എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ആരാണ് ലേഖനം എഴുതിയത്? ക്ലോവയുടെ വീട്ടുകാർ ലേഖനം എഴുതിയപ്പോൾ തിരിച്ചെഴുതിയ മറുപടിയാണ് 1 കൊരിന്ത്യർ. അപ്പോ ഈ ഡയമെൻഷന്റെ സീരിയസ്നെസ് പിടികിട്ടുന്ന ഒരു ആമീൻ പറഞ്ഞേ. ആമീൻ പറ, ഉറക്കെ പറ, ഹല്ലേലൂയ പറ. ഈ ഡയമെൻഷന്റെ സീരിയസ്നെസ് എത്രയുമാ? എക്സ്ട്രീം. എവിടെ വരെ പോവും? ജഡ സംഹാരത്തിന് പിശാചിനെ ഏൽപ്പിക്കത്തക്ക വിധത്തിൽ വേണേലും നമ്മൾ പോവും. ഹല്ലേലൂയ. എന്തിനാ? അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. അത് അടുത്ത വാക്യമാണോ? നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു വ്യക്തി മതി അവിടെ മുഴുവൻ നശിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാ ബ്രഹോഷതേരെ ബെഹനിയാറ്റസിയ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ എത്രയും സീരിയസ് ആകണം. പറഞ്ഞേ, സീരിയസ് ആകണം. പറ, ഉറക്കെ പറ. ഞാൻ സീരിയസ് ആകണം. ഉറക്കെ പറ. നിങ്ങൾ സീരിയസ് അല്ലെങ്കിൽ രക്ഷയില്ല. ഞാൻ സീരിയസ് ആകണം. സീരിയസ് ബിസിനസ്. ഇത് നിങ്ങൾ കണ്ട ചർച്ച അല്ല. യൂട്യൂബിൽ ഇനി നമ്മൾ ഇടും, അവരും കൂടെ അറിയാൻ വേണ്ടി പറയാ. ഇത് നിങ്ങൾ കണ്ട ചർച്ച അല്ല. അങ്ങനെ പ്രതീക്ഷിച്ച് ഇവിടെ വരല്ലേ. അങ്ങനെ പ്രതീക്ഷിച്ച് വന്നാൽ ഞാൻ തന്നെ നിങ്ങളെ ചവിട്ടി പുറത്താക്കും. ഹല്ലേലൂയ. ഞാൻ തന്നെ നിങ്ങളെ അടിച്ചു പുറത്താക്കും. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് എക്സ്ട്രീമിൽ വെക്കാൻ പോകുകയാ. എക്സ്ട്രീം ഹൈറ്റിൽ വെക്കാൻ പോകുക. അപ്പൊ നിങ്ങളുടെ തലയിൽ വേറൊരു വ്യക്തിയെ കുറിച്ച് ഒരു ചിന്ത അവിടെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒരു ചിന്ത വന്നാൽ തീർന്നു. ആ ചിന്തയെ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കണം. എഫെസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. അപ്പൊ പിശാചിന് നിങ്ങളുടെ ചിന്തകളിലൂടെ ഇവിടെ പ്രവർത്തിക്കാൻ ഇടം നിങ്ങൾ എന്ത് ചെയ്യരുത്? പറ, ഉറക്കെ പറ. കൊടുക്കരുത്. പിശാചിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കരുത്. നിങ്ങൾ ഇപ്പം ഞാൻ എന്തേലും ലീഡേഴ്സ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് സൂപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുമല്ലോ. ചെയ്യുമോ? ചെയ്യും. നന്നായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വീട്ടിലെ ചർച്ച അതായിരിക്കും. അപ്പൊ അതിനെ നിങ്ങൾക്കറിയാം. ഇന്ന ആള് ടാക്സ് ഒന്നും അടയ്ക്കാതെ പിടിക്കപ്പെട്ടു, അതൊക്കെ ഇരുന്ന് ആഘോഷിക്കുകയാണ്. നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ ചിന്തകൾ ഇതുവരെ തിരുത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ദൈവദാസന്മാരെ വിധിക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത്, ദിസ് ഈസ് ആൻ എക്സ്ട്രീം സീരിയസ് ബിസിനസ്. എല്ലാം പറഞ്ഞ എക്സ്ട്രീം സീരിയസ് ബിസിനസ്. ദിസ് ഈസ് നോട്ട് എ ചർച്ച്, ദിസ് ഈസ് എ ഡയമെൻഷൻ. ദിസ് ഈസ് നോട്ട് എ ചർച്ച്, ദിസ് ഈസ് എ ഡയമെൻഷൻ ഓഫ് ഗോഡ്. ഇതിനെ നമ്മൾ ഒരു ഡയമെൻഷൻ ആയിട്ട് കുറച്ച് നാളുകളും കൂടെ നിലനിർത്തണം. അപ്പോൾ ഈ ഡയമെൻഷൻ തേടി വേണം ആൾക്കാർ വരാൻ.
ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറ, ഉറക്കെ പറ. ഈ ഡയമെൻഷൻ തേടി ആള് വരണം. ഓക്കെ, ഇവിടെ ഇങ്ങനൊരു ഡയമെൻഷൻ ഉണ്ടെന്ന് പറയണമെങ്കിൽ അത് നിലനിൽക്കണ്ടേ? നിലനിൽക്കണമെങ്കിൽ നമ്മൾ എത്ര സീരിയസ് ആകണം? ഹല്ലേലൂയ. ഇത് അഭിഷിക്തന്റെ മാത്രം കയ്യിലുള്ള കാര്യമല്ല. കാരണം ഗ്ലോറി റലം എന്താണ്? വൺനെസ് വിത്ത് ഗോഡ് ആൻഡ് വൺനെസ് വിത്ത് മാൻ. ദൈവവുമായിട്ടുള്ള ഒരുമ, മനുഷ്യനുമായിട്ടുള്ള ഒരുമ. അപ്പം നിങ്ങൾ ആരാകണം? മിനിമം മൈക്കി പറ, നിങ്ങൾ ആരാകണം? മിനിമം ഉത്തരം അറിയാമെങ്കിൽ പറ. അപ്പസ്തോലൻ ജാക്സൺ ജെയിംസിനെ പോലെയെങ്കിലും മിനിമം നമ്മളാകണം. കറക്റ്റ്. മൈക്ക് തിരിച്ചു മേടിക്കും. മാക്സിമം നിങ്ങൾ ആരാകണം? മിനിമം അപ്പോസ്തലൻ ജാക്സൺ ആകണം. മാക്സിമം ആരാകണം? ദൈവത്തെ ചുരുടെ ക്ലിയർ ആയിട്ട് പറ. യേശുവിനെ പോലെ. മിനിമം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഞാൻ പറയാം, അപ്പോസ്തലൻ ജാക്സൺ. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അപ്പുറത്തെ ഇപ്പുറത്തെ ദൈവദാസന്മാരല്ല. അഹങ്കാരം പറയാതെ. അഹങ്കാരം പറയും. പൗലോസ് എന്തോ പറഞ്ഞേ? നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. അപ്പുറത്തെ പാർട്ടിയെ അനുകരിക്കണമെന്ന് പറയണമെങ്കിൽ അപ്പുറത്തെ പാർട്ടി നല്ലതായിട്ട് ജീവിക്കുന്നവനായിരിക്കണം. അങ്ങനെ ആരും ഞാൻ കണ്ടില്ല. ഉണ്ടായിരിക്കാം. ബ്രദർ, ഇവിടെ 1000 ആൾക്കാരുണ്ട്. അതുകൊണ്ട് 1000 ആൾക്കാരുള്ളതുകൊണ്ട് എന്താ? 1000 ആൾക്കാരെ കൊണ്ട് പുള്ളി നരകത്തിലോട്ട് പോവാതിരിക്കുക. എന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കി രോഗിയെ സൗഖ്യമാക്കി. ആരാടാ നീ? ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പരിചയമൊന്നുമില്ല. സ്വർഗത്തിലെത്തുമ്പോ അവരുടെ ആളാകണോ നിങ്ങൾക്ക്? അപ്പം നിങ്ങൾ ആരെ അനുകരിക്കണം? അപ്പോസ്തലനെ അനുകരിക്കണം. വായിച്ചേ 1 കൊരിന്ത്യർ 11 വായിക്കാം. 1 കൊരിന്ത്യർ 11:1. 1 Corinthians chapter 11 verses 1. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകണം. അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് കുറെ അണ്ണന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ അനുകാരികൾ എന്ത് ചെയ്യരുത്? ആകരുത്. ശബ്ദവൃത്തി ആമീൻ പറഞ്ഞാട്ടെ. വെളിപ്പാട് 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. വെളിപ്പാട് 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. മതി. അപ്പോസ്തലന്മാർ അല്ലാത്തവരെ നീ പരീക്ഷിച്ച് എന്തോ കണ്ടു? അപ്പോസ്തലന്മാരല്ലാന്ന് കാണണം. ഹല്ലേലൂയ പറ. നല്ലൊരു ആമീൻ പറ. ഹല്ലേലൂയ. അപ്പൊ അവരുടെ ടൈറ്റിലും എന്തോ ആണ്? അപ്പോസ്തൽ ഇന്നാര്. അവരുടെ ടൈറ്റിൽ എന്തോ ആണ്? പ്രോഫറ്റ് ഇന്നാര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ടൈറ്റിൽ എന്തോ ആണ്? പാസ്റ്റർ ഇന്നാര്. അവരെ പാസ്റ്റർ അല്ലെന്ന് നിങ്ങൾ കാണണം. അങ്ങനെ എഫേസ്യ സഭ കണ്ടു. ഇഷ്ടം പോലെ അപ്പോസ്തലന്മാരെയും പാസ്റ്റർമാരെയും കള്ളപ്രവാചകന്മാരെയും അടിച്ചു പുറത്താക്കി. അതിന് ദൈവം യേശു എന്ത് പറഞ്ഞു? നിങ്ങൾ അവർക്ക് ഇച്ചിരൂടെ സമയം കൊടുക്കാറുണ്ടെന്നല്ല, ക്ലാപ്പ് ചെയ്യുക യേശു. ഹല്ലേലൂയ. വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പൊ അത് നല്ല കാര്യമായിട്ടാ പറയുന്നത്. അപ്പൊ കള്ളന്മാരകത്ത് കയറിയപ്പോ എന്ത് ചെയ്തു? ഇവര് കള്ളന്മാരെന്ന് തിരിച്ചറിഞ്ഞ് അടിച്ചു പുറത്താക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ അനുകരിക്കേണ്ടത് ഏതെങ്കിലും ഒരു പാസ്റ്ററിനെ അല്ല, നിങ്ങളുടെ അപ്പോസ്തലനെയാണ്. മിനിമം. മാക്സിമം യേശു.
ഹല്ലേലൂയ. 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 മിനിമം നിങ്ങൾ ആരാകണം? അപ്പോസ്തൽ ജാക്സൺ ആകണം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ആത്മീയ പുത്രനോ പുത്രിയോ അല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് നമ്മൾ റൈസ് ചെയ്യുക. എനിക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് കുറയ്ക്കാം. ആൾക്കാർ വരും, ഇത്രയും പിടിക്കണ്ട. ജസ്റ്റ് 1 വർഷം മുമ്പ് ഞാൻ മേജറായിട്ട് ഹീലിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ മീറ്റിംഗ്, പല മീറ്റിങ്ങുകളും നല്ല മേജർ ഹീലിങ്ങുകൾ അത് മാത്രം ചെയ്താൽ ഇവിടെ ഇപ്പൊ ആള് ഫുള്ളാ. എന്നിട്ട് 2 ഡെലിവറൻസ് മീറ്റിംഗ് എന്ന് 2 ബോർഡും വെച്ചാൽ മതി. ഈ ഗ്ലോറി എന്നുള്ള പദം എടുത്ത് കട്ട് ചെയ്തിട്ട് ഡെലിവറൻസ് എന്നാക്കി കഴിഞ്ഞാൽ ഇവിടെ ആള് നിറയും. പക്ഷെ അതോടെ കർത്താവ് എന്നെ അടിച്ച് പുറത്താക്കും. കർത്താവ് എൻ്റെ പരിപാടി അതോടെ കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് ഡെലിവറൻസ് ഉണ്ട്, അത് ഗ്ലോറിയുടെ കീഴിൽ പ്രവർത്തിക്കാനാണ്. ഇപ്പൊ നോക്കി, ഇവിടെ 3 തട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നിൽക്കേണ്ടത് ഏതാണ്? ഗ്ലോറി, ഡെലിവറൻസ്, ഫെയ്ത്ത്. ഇങ്ങനെ ഇത് പോകേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ 3 തട്ടുണ്ട്. പക്ഷെ ഈ മോളത്തെ തട്ട് ഞാൻ മറന്നാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഇവിടെ ഇട്ട ആൾക്കാരെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അവര് ചിന്തിക്കും ദൈവം എന്ന് പറഞ്ഞ ഇതാണ്, അവര് ചിന്തിക്കും ദൈവം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആ ദൈവദാസന്മാരും ഇവിടെയാണ് നിൽക്കുന്നത്. ഇതിന്റെ മുകളിലത്തെ തട്ട് അവർ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പറയുന്ന മനസ്സിലാവുന്നുണ്ട്? ആമീൻ പറഞ്ഞാട്ടെ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനും അപ്പോസ്തലൻ ജോഷും കൂടെ ഒരു വീട്ടിൽ പോയി. ജോഷ് ബ്രദറെ, നമ്മളൊരു വീട്ടിൽ പോയി. മുന്നോട്ട് വന്നു, ജസ്റ്റ് ഒന്ന് വന്നു, ഓടിയോ. പേര് പറയരുത്. നമ്മളെവിടാ പോയത്? പ്രാവച്ചമ്പലത്തുള്ള ഒരു ലൈനിൽ കൂടാണ് പോയത്. ആ ദൈവദാസന്റെ പേര് പറയണ്ട. ഈ കേരളത്തിലെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് ഹീലിംഗ് ചെയ്യുന്ന ഒരു ദൈവദാസന്റെ സഭയിൽ പോയി. ക്യാൻസറും അൾസറും മാറിയ 2 വ്യക്തികൾ. 2 വർഷം മുമ്പാണ് ക്യാൻസറും അൾസറും മാറിയത്. അപ്പൊ ഞങ്ങൾ അവരോട് ഇപ്പൊ അവിടെ തന്നെയാണോ പോകുന്നത്? അപ്പൊ അവര് പറഞ്ഞു, അല്ല, ഞങ്ങളിപ്പോ ലൂതറൻ സഭയിലാ പോകുന്നത്. എന്തൊക്കെ മാറി അവിടെ പോയിട്ട്? ക്യാൻസറും അൾസറും മാറി. ക്യാൻസർ മേജർ പ്രശ്നമായിരുന്നു ഹസ്ബൻഡിന്. മോൾക്ക് വർഷങ്ങളായിട്ടുള്ള അൾസർ ഒറ്റ ടച്ചിൽ മാറി. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്താ അവിടെ പോകാത്തത്? എനിക്കും ആ ദേവദാസനെ അറിയാം. നിങ്ങൾ എന്താ അവിടെ പോകാത്ത? നിങ്ങൾ എന്തിനാണ് ലൂതറൻ സഭയിൽ പോയത്? അപ്പോൾ അവര് പറഞ്ഞ്, ഹസ്ബൻഡ് ക്യാൻസർ മാറിയ ഹസ്ബൻഡിന് ഇപ്പൊ എന്ത് സംഭവിച്ചു? മരിച്ചുപോയി. അൾസർ മാറിയ കൊച്ചിന് ഇപ്പൊ എന്തോ ഉണ്ട്? പിന്നെ അൾസർ വന്നു. ഇത് പറഞ്ഞത് ദൈവത്തിന് ശക്തിയില്ല എന്ന് പറയാനല്ല. ദാണ്ട് ഇവിടെ കിടന്ന് കളിക്കുക. ഇതാണെല്ലാം. ക്യാൻസർ മാറിയെന്നാണ് ടെസ്റ്റ് റിപ്പോർട്ടുണ്ട്. ആദ്യത്തെ ആഴ്ച അദ്ദേഹം തൊട്ടു, ക്യാൻസർ മാറി എന്നാ പറഞ്ഞ. അത് മാറിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് കാണിച്ചു കൊടുത്തില്ല. ഇവിടെ നിന്നു. വീട്ടിൽ പോയപ്പം അതേ ക്യാൻസറിന്റെ പിശാച് കേറി. 2 ആഴ്ച കഴിഞ്ഞപ്പം ആള് മരിച്ചുപോയി. അവരിയ്ക്കുക മൂഖമായിട്ട്. ഞങ്ങൾ യേശു എന്ന് പറഞ്ഞിട്ട് പോലും ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഇതാരും കാണിച്ചു കൊടുത്തില്ല. അവരോട് പറഞ്ഞു, ബാ ഞാൻ തൊടാം, എനിക്ക് പൈസ താ. ഞങ്ങളോട് ഒരാൾ പറഞ്ഞതാ, ഹാർവസ്റ്റ് ടിവിയിൽ 10,000 രൂപയുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യും, അതോടെ ജാക്സന്റെ വിഷയം വിടുതലാകും. ഞങ്ങൾ 10,000 രൂപ എണ്ണി കൊടുത്തോ? അന്ന് രാത്രി 7 മണിക്കാണ് പുള്ളിയുടെ പ്രോഗ്രാം. ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. 7:30 ആകുമ്പം ജാക്സൺ മോൻ വിടുതലാകും. 7:30 7:45 8 മണിയായി, അടുത്ത ദിവസമായി, 2 ദിവസം കഴിഞ്ഞു, വിടുതലായില്ല. ഇവിടെ കിടന്ന് കളിക്കുക. ആ വ്യക്തിക്ക്, ഞങ്ങൾ പോയ പ്രാവച്ചമ്പലത്തിലെ ആ വ്യക്തിക്ക് ക്യാൻസർ മാറി. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ് അതേ ക്യാൻസർ തിരിച്ചു വന്നു. കാരണം അദ്ദേഹത്തോട് ആരും പറഞ്ഞു കൊടുത്തില്ല, നീ ഗ്ലോറിയിൽ കയറ്. അതേ ക്യാൻസർ വന്ന് ആ ഹസ്ബൻഡ് മരിച്ചു. ഇപ്പോൾ അവർ പോകുന്നത് ലൂതറൻ സഭയിൽ അവരിയ്ക്കുക. പക്ഷെ ഈ സത്യം പഠിപ്പിക്കുമ്പോ ആൾക്കാർക്ക് അത് വേണ്ട. പാസ്റ്ററെ, നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പുഴുങ്ങി തരാനാ പറയുന്നത്.
നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളമ്പിത്ത. അതാണ് എനിക്കും എളുപ്പം, നിങ്ങൾക്കും എളുപ്പം. പക്ഷെങ്കിൽ നിങ്ങൾ തകരും. ഇപ്പോഴല്ല, 2 മാസം കഴിയുമ്പം തകരും. ആ തകർച്ച വരാതിരിക്കാനാണ് ഇതിന്റെ ബേസ്മെന്റ് ഗ്ലോറിയിൽ പോകുന്നത്. അതിന്റെ താഴെ നമുക്ക് ഡെലിവറൻസ് ഉണ്ട്, പക്ഷെ അതിന്റെ ടോപ്പിൽ ഗ്ലോറിയാണ്. അതിന്റെ താഴെ ഡെലിവറൻസ് ഉണ്ട്, പക്ഷെ അവിടെയല്ല ശ്രദ്ധ. ശ്രദ്ധ മഹത്വത്തിലാണ്. ഒരു മിനിറ്റ് അന്യഭാഷയിൽ ആരാധിച്ച്. നമ്മുടെ ശ്രദ്ധ മഹത്വത്തിന്റെ തലത്തിലാണ്. നമ്മുടെ ശ്രദ്ധ മഹത്വത്തിന്റെ തലത്തിലാണ്. ഇവിടെ രാജാതി രാജാവിനെ നിങ്ങൾ മുഖാമുഖം കാണണം. എന്തിനാ ജാക്സൺ ബ്രദർ ഇത്ര സ്ട്രിക്റ്റ് ആകുന്നത്? ഇച്ചിരി കട്ടി കുറച്ചൂടെ, സ്ട്രിക്ട്നെസ് കുറച്ചൂടെ. സ്ട്രിക്ട്നെസ് കുറച്ചാൽ താൽക്കാലികമായി നിങ്ങൾ രക്ഷപ്പെടും, പക്ഷെ 2 മാസം കഴിഞ്ഞ് നിങ്ങൾ തകരും. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ തകരും. അത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ ചതി നിങ്ങളോട് ചെയ്യാൻ ഞങ്ങൾക്കാവില്ല. യേശുവേ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. 10,000ങ്ങളിൽ സുന്ദരനെ, ഓ ശാരോനിൻ റോജാവേ. അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിടാൻ ഈണയില്ല നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിടാൻ ഈണയില്ല നാമം. എൻ കെട്ടുകളെ, എൻ കെട്ടുകളെ അഴിച്ച ഓ യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിടാൻ ഈണയില്ല നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിടാൻ ഈണയില്ല നാമം. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. 10,000ങ്ങളിൽ സുന്ദരനെ, ഓ ശാരോനിൻ റോജാവേ. 10,000ങ്ങളിൽ സുന്ദരനെ, ഓ ശാരോനിൻ റോജാവേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ അങ്ങേക്ക്, ഓ അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ ആ കരം നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു മർമ്മ ഓർമ്മ വന്നത്, ജോഷ് ബ്രദറെ, നമ്മൾ ഈ റോൾസ് റോയ്സ് കാറുണ്ട്, അതിൻ്റെ വില 5 കോടിയോ 6 കോടിയോ എന്തോ ആണ്. അതാരും എപ്പോഴും മേടിക്കുന്ന കാറല്ല. മാരുതി 1 ലക്ഷം മാരുതി വിറ്റ് പോകുമ്പം 1 ലക്ഷം മാരുതിയുടെ വണ്ടി വിറ്റ് പോകുമ്പം ഒരു റോൾസ് റോയ്സേ വിറ്റ് പോകത്തുള്ളൂ. അത്രയും പോലും ഉണ്ടോന്ന് അറിയത്തില്ല. ചിലപ്പോൾ 10 ലക്ഷം മാരുതി കാർ വിറ്റ് പോകുമ്പം ഒരു റോൾസ് റോയ്സ് എങ്ങാനും വിറ്റ് പോയാലേ ഉള്ളൂ. പക്ഷെ അവർ സ്റ്റാൻഡേർഡ് കുറച്ചിട്ടില്ല. ഹല്ലേലൂയ പറ. അതിന്റെ സ്റ്റാൻഡേർഡ് അവർ കുറച്ചിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. വർഷത്തിൽ ഒരു റോൾസ് റോയ്സേ വിറ്റ് പോകുന്നുള്ളൂ, മതി. ആമേൻ. അവരതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ലെതർ, അതിൻ്റെ അകത്തെ എൻജിൻ, അതിൻ്റെ അകത്തെ മെറ്റീരിയൽസ്, അതിന്റെ വില കുറച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് അത് ആരാ മേടിക്കുന്നതെന്ന് അറിയാമോ? കൂടുതൽ പറ, ഏറ്റവും രാജാക്കന്മാർ. പറ, ആമീൻ പറ. ആമേൻ. ബ്രിട്ടനിലെ രാജാക്കന്മാരുടെ കയ്യിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, റോൾസും റോയ്സും, ഇത് 2 ആൾക്കാരാണ് ഇത് പണിഞ്ഞത്, ഇത് ഉണ്ടാക്കിയത്. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, 1 ലക്ഷം മാരുതി കാർ വിറ്റ് പോകുന്നു, എന്റെ ആരും മേടിക്കുന്നില്ല. ഞാൻ എന്റെ വില കുറയ്ക്കാം, മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി കുറയ്ക്കാം, സാധനങ്ങളുടെ ക്വാളിറ്റി കുറയ്ക്കാം, എൻജിൻ മാരുതി പോലെ ആക്കാം, കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിറ്റ് പോകും. പക്ഷെ രാജാവ് അത് മേടിക്കത്തില്ല. നമ്മുടെ ഗ്ലോറി ഡയമെൻഷന്റെ പ്രത്യേകത, ഇവിടെ രാജകോലാഹലമുണ്ട്, ഇവിടെ രാജാവുണ്ട്. ഇവിടെ രാജാവുണ്ടെങ്കിൽ അത് മതി. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് നിന്നിൽ പ്രവേശിക്കട്ടെ, ഈ സഭയിൽ പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവിന്റെ കൃപാവരമല്ല, ഒരു വരമല്ല, രാജാവ് പ്രവേശിക്കട്ടെ. എല്ലാരും പറഞ്ഞ കൃപാവരമല്ല പ്രവേശിക്കേണ്ടത്, രാജാവ്. കൃപാവരം പ്രവേശിപ്പിക്കാൻ എളുപ്പമാ, പക്ഷെ രാജാവ് കയറണമെങ്കിൽ പണിയാ. ഷഹീദാ ലഹിയാ ഷഹീദാ. സങ്കീർത്തനം 24:7, 8, 9, 10 വായിച്ചേ. സങ്കീർത്തനം 24:7, 8, 9, 10. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് നമ്മളിലൂടെ പ്രവേശിക്കാൻ പോവുകയാണ്. സൈന്യങ്ങളുടെ യഹോവ, ഈ ഡയമെൻഷന്റെ അകത്തേക്ക് മഹത്വത്തിന്റെ രാജാവ് കയറാൻ പോകുന്നു. നമുക്ക് അത് വേണോ, അതോ നമുക്ക് ആമേൻ കുറച്ച് ബഹളം മതിയോ? ഹല്ലേലൂയ. നമ്മുടെ നടുവിൽ മഹത്വത്തിന്റെ രാജാവ് ഉണ്ടെങ്കിൽ ഇവിടെ മരണമില്ല, ഇവിടെ മരണമുണ്ടാകത്തില്ല, ഇവിടെ ദുഃഖമുണ്ടാകത്തില്ല, ഇവിടെ മുറവിളി ഉണ്ടാകത്തില്ല. ആമേൻ പറ. നല്ലൊരു കൈകളെ ഉയർത്തി ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം ഇവിടെ റീക്രിയേറ്റ് ആകാൻ പോകുകയാണ്. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 21:2-3 വാക്യങ്ങളൊന്ന് വായിച്ചേ. 4 വാക്യങ്ങൾ. 21:2, 3, 4. സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഒരു ഡയമെൻഷൻ ഇറങ്ങി വന്നാലേ അതിലോട്ട് ഈ ദൈവം ഇറങ്ങി വരത്തുള്ളൂ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകയില്ല. ഞാൻ ഒരു കാര്യം പറയാം, അഭിഷേകത്തിന്റെ തലത്തിൽ
ദുഃഖം മാറുന്ന പോലെ തോന്നും. പക്ഷെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു, ദുഃഖം ഇരട്ടിച്ചു. ശരിക്കും ദുഃഖം മാറുന്നില്ല. സാക്ഷ്യം വരുന്നുണ്ട്, ടെസ്റ്റിമണി വരുന്നുണ്ട്. പക്ഷെങ്കിൽ അവർ ഈ രണ്ടാമത്തെ തട്ടിൽ നിന്നതുകൊണ്ട് ഇവിടെ പിശാചിന് എൻട്രി ഉണ്ട്. എല്ലാവരും പറഞ്ഞ അഭിഷേകത്തിൽ പിശാചിന് എൻട്രി ഉണ്ട്. അവര് പ്രസംഗിക്കുന്ന ഇല്ലെന്നാ, പക്ഷെ ഉണ്ട്. ഹല്ലേലൂയ. രാജകീയ അഭിഷേകം തലേ കിടക്കുന്ന ആരാണ്? ശൗല്. പിശാച് കയറി. യൂദ ശക്തി കൊടുത്ത് അവനെയുമായി ചെന്ന അവനിൽ പിശാച് കയറി. പക്ഷെ ഇവിടെ കയറത്തില്ല. അതുകൊണ്ടാണ് ഈ ഡയമെൻഷനിൽ നിൽക്കുമ്പോഴെല്ലാം വീണ്ടും ദുഃഖം വരുന്നു. പോയ ദുഃഖം തിരിച്ചു വരുന്നു, പോയ നിരാശ തിരിച്ചു വരുന്നു, പോയ രോഗം തിരിച്ചു വരുന്നു. പക്ഷെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ ഡയമെൻഷൻ അഭിഷേക ഡയമെൻഷൻ അല്ല, ഗ്ലോറി ഡയമെൻഷൻ ആണ്. ആ ഡയമെൻഷനിൽ ദൈവം തന്നെ ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ അഭിഷേകമല്ല, ദൈവത്തിന്റെ ഒരു തൈലക്കൊമ്പും കൊണ്ട് ശമൂവേല് പോകുന്ന കഥയല്ല, ദൈവം തന്നെ. ഒന്നുകൂടെ വായിച്ചേ, 3-ാം വാക്യം. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവരുടെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ ദൈവം താനെന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ വരുന്ന ഗോഡ് ഹിംസെൽഫ് വിൽ ബി വിത്ത് ദം. ദൈവം തന്നെ. ദൈവത്തിന്റെ അഭിഷേകമല്ല, ദൈവത്തിന്റെ വേറെ ഒന്നും ഐറ്റങ്ങളല്ല, ദൈവം തന്നെ അവരുടെ ദൈവമായി അവരുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഗോഡ് ഹിംസെൽഫ് വിൽ ബി വിത്ത് ദം. എല്ലാവരും പറഞ്ഞേ, ദൈവം തന്നെ എന്റെ കൂടെ ഇരിക്കണം. ദൈവം തന്നെ എന്റെ കൂടെ ഇരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നെ എന്റെ കൂടെ ഇരിക്കണം. ആമേൻ. ദൈവം തന്നെ എന്റെ കൂടെ ഇരിക്കണം. ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് അല്ല, ഒരു അഭിഷേകത്തിന്റെ എണ്ണയല്ല, ഓയിലല്ല. ഇത് ഓയിലിന്റെ റലമല്ല, ദൈവം തന്നെ. ദൈവം തന്നെ. ആമേൻ. ആമേൻ. ശബ്ദത്തോടെ പറഞ്ഞേ, ദൈവം തന്നെ. ദൈവം തന്നെ നമ്മുടെ കൂടെ ഇരുന്നാൽ കൂടെ ഇരിക്കണം. ഇതിന്റെ അകത്ത് ദുഃഖമില്ലാതായി മാറും, ഹല്ലേലൂയ. മരണമില്ലാതായി മാറും. ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ മരണത്തെ ഈ സഭ ജയിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? മരണത്തെ നമ്മൾ ജയിക്കുവോ? ജയിക്കുവോ ആന്റി? ജയിക്കുവോ? ജയിക്കും. ഈ ഡയമെൻഷൻ ജയിക്കും. അപ്പൊ ഡയമെൻഷൻ ആണ് ജയിക്കുന്നത്. കാരണം നോക്കിയാൽ 2-ാം വാക്യം വായിച്ചേ. ഈ സമുദ്രം ഇനിയില്ല. അടുത്തത്, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. പുതിയ യെരൂശലേം എന്ന ഡയമെൻഷൻ. ഈ നഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ റലം, ഇറ്റ് ഈസ് എ വൈബ്രേഷൻ, ഇറ്റ് ഈസ് എ ന്യൂ ലൊക്കേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ലൊക്കേഷന്റെ അകത്ത്, ആ ഡയമെൻഷന്റെ അകത്ത് പപ്പയ്ക്ക് ദുഃഖിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഹല്ലേലൂയ. പപ്പ കുത്തിയിരുന്ന് ടെൻഷൻ അടിക്കണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. പപ്പയ്ക്ക് ടെൻഷൻ അടിക്കാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പപ്പയ്ക്ക് ഇച്ചിരി എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ടെൻഷൻ കൂടുതലായിരിക്കും ചിലപ്പോ. പക്ഷെ പപ്പ പുതിയ യെരൂശലേമിലോട്ട് കയറി, പുതിയ യെരൂശലേമിലോട്ട് കയറി കഴിഞ്ഞാൽ എന്താ ടെൻഷൻ അടിക്കാൻ പറ്റുന്നില്ലല്ലോ, ടെൻഷൻ അടിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞു തരാം. പശുവിന് മാംസം തിന്നാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. പല കാര്യങ്ങളും പറ്റാത്ത വിധത്തിൽ നമ്മളിൽ ചേഞ്ചുകൾ നടക്കാൻ പോകുന്നു. വിശ്വസിക്ക്. പല കാര്യങ്ങളും പറ്റുന്നില്ല, ഭയപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ ഒരു വാക്യം വായിക്കാം. ഇപ്പം ഡയമെൻഷനിലാണല്ലോ ഏദൻ തോട്ടം ഇരിക്കുന്നത്. 3-ാം വാക്യം വായിച്ചേ, 3-ാം അധ്യായം ഉൽപ്പത്തി 3-ന്റെ വാക്യം വായിച്ചേ. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? അപ്പൊ ഈ ഡയമെൻഷനിൽ നഗ്നത, ഷൈനസ്, നാണക്കേടുകൾ, അല്ലെങ്കിൽ അതൊന്നും പോസിബിൾ അല്ല. നീ എന്നോട് ആര് പറഞ്ഞു നീ നഗ്നനാന്ന്? കണ്ടോ, ഞെട്ടുവാണ് ദൈവം. ഈ ഡയമെൻഷനിൽ ഒരുപാട് കാര്യങ്ങൾ അസാധ്യമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ നാളുകൾ അമേരിക്ക പോയി ജീവിച്ചാൽ
ശ്രദ്ധിച്ചേക്ക്, ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേക്ക്. കുറെ നാളുകൾ ശോഭന ആന്റി അമേരിക്ക പോയെന്നിരിക്കട്ടെ. ശോഭന ആന്റി റോഡിലെ ഗട്ടർ എന്ന് പറഞ്ഞാൽ ആന്റിക്ക് അറിയാതെയാകും. കിട്ടിയില്ല. ഒരുപാട് നാളുകൾ ശോഭന ആന്റി 10 വർഷം അമേരിക്കയിൽ പോയി ജീവിച്ചു കഴിഞ്ഞാൽ, ആന്റി ഞങ്ങളുടെ റോഡെല്ലാം, ഒരു മലയാളി വിളിച്ചു പറയാ, ഇവിടെ എല്ലാം ഗട്ടറാ ആന്റി. ഗട്ടറോ? എന്താ സാധനം? കാരണം പുതിയ ലൊക്കേഷനിൽ കയറി. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പാപം അറിയാത്തവനെ കുറെ കാര്യങ്ങൾ അറിയാതെയാകും. ഭയം എന്തുവാ അറിയത്തില്ല, ദുഃഖം എന്തുവാ അറിയത്തില്ല, വേദന എന്തുവാ അറിയത്തില്ല, പാപം എന്തുവാ അറിയത്തില്ല. This is called the dimension of glory. രാധമന്റെ വിചാരിക്കും എനിക്ക് ഭയപ്പെടണം. സാധാരണ ഭയപ്പെടേണ്ട ലൊക്കേഷൻ ആണ്, ഭയപ്പെടാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലേക്ക് അതിന്റെ പേരാണ് ഒരുത്തൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി, പുതിയ ലൊക്കേഷൻ, പുതിയ ഡയമെൻഷൻ. ഹല്ലേലൂയ പറഞ്ഞോട്ടെ. വിശ്വസിച്ചത് ഏറ്റെടുത്താട്ടെ. ഞാൻ അതായി മാറും, നമ്മുടെ ലൊക്കേഷൻ അതായി മാറും, ഈ ചർച്ച അതായി മാറും. ഇതിന്റെ അകത്ത് കയറുന്നവർക്ക് പാപം എന്തെന്നറിയാത്ത ഒരു അനുഭവം ഉണ്ടാകും. ദുഃഖം എന്തുവാ, ഭയം എന്തുവാ എനിക്കറിയത്തില്ല, എനിക്ക് പരിചയമില്ല. ശോഭന അത് വിശ്വസിക്കണം, പപ്പ അത് വിശ്വസിക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും അത് വിശ്വസിക്കണം. ഭയം എന്തുവാ, നിരാശ എന്തുവാ, തോൽവി എന്തുവാ അറിയത്തില്ല. ന്യൂ ലൊക്കേഷൻ, ന്യൂ ഡയമെൻഷൻ, ന്യൂ പ്ലേസ്. ഒരു മിനിറ്റ് അന്യഭാഷ എന്ന് പറഞ്ഞേ. ഓ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നോഹയും കുടുംബവും ഒരു ഡയമെൻഷനിലേക്ക് കയറി. ആ ഡയമെൻഷന്റെ പേര് ഞാൻ പറയാം, പെട്ടകം. എന്താണ് ആ ഡയമെൻഷന്റെ പേര്? പെട്ടകം. എത്ര പേര് കയറി? 8 പേര് കയറി. പക്ഷെ 8 പേർക്ക് കയറാനുള്ളതല്ല അത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് അതിലേക്ക് കയറാനാണ് ദൈവം ഇത്രയും വലിയ ഡയമെൻഷൻ ഉണ്ടാക്കിയത്. ആ പെട്ടകം ഒരു ഇൻ ക്രൈസ്റ്റ് ഡയമെൻഷനാണ്. വിശ്വസിക്കുന്നുണ്ടോ? അതിന്റെ അകത്ത് നിരാശ കയറത്തില്ല, അതിന്റെ അകത്ത് ദുഃഖമാകുന്ന വെള്ളപ്പൊക്കം കയറത്തില്ല, അതിന്റെ അകത്ത് രോഗം കയറത്തില്ല, വെള്ളപ്പൊക്കം അതിന്റെ അകത്ത് കയറത്തില്ല. ആ ഡയമെൻഷന്റെ അകത്തേക്കാണ് ദൈവം അവിടെയുള്ള ഓരോ ജനത്തെയും ഇൻവൈറ്റ് ചെയ്തത്. നോഹ പ്രസംഗിച്ചത് പക്ഷെ ആരും കേട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അതിന്റെ പരിഹാരം ഡയമെൻഷൻ പൊളിക്കുക എന്നുള്ളതല്ല, ഉള്ളൊരു ഡയമെൻഷനിൽ കയറുക. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം ആ ദേശം മുഴുവൻ അതിന്റെ അകത്ത് കയറണം എന്നുള്ളതായിരുന്നു. വിശ്വസിക്കുന്ന രാമിയും പറ, നല്ല ഒരു രാമിയും പറഞ്ഞ. ഓ ഷഹീദാ ലഹിയാറ സെബ്രെ ഓലോ റോഖോ ഷസിയാ റോസേർ. ഉൽപ്പത്തി 6:15. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിന്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാകണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കണം. പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വയ്ക്കണം. അപ്പോ ഇതൊരു ഡയമെൻഷൻ ആണ്. അതിന്റെ അളവുകൾ ആരാ പറഞ്ഞു കൊടുത്തത്? ദൈവം. ആ അളവിൽ മാറ്റമുണ്ടായാൽ രക്ഷയില്ല. ഹല്ലേലൂയ. അപ്പൊ ഡയമെൻഷന്റെ അളവുകൾ ആര് പറഞ്ഞാലും മാറ്റരുത്. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജ് ഞാൻ എടുത്തത് എന്താണ്? ഡയമെൻഷന്റെ അളവുകൾ നമ്മൾ മാറ്റരുത്. ഇന്ന് ജോഷ് ബ്രദർ എടുത്ത മെസ്സേജ് എന്താണ്?
ആ നമ്മൾ വരയ്ക്കുന്ന വരയിലേക്ക് ഇവര് വരണം. ഹല്ലേലൂയ. അല്ലേ വരണ്ട? യെസ്. ഒന്നുകൂടെ പറയാം. നമ്മൾ വരയ്ക്കുന്ന വര ആര് പറഞ്ഞിട്ട് വരച്ചതാണ്? ദൈവം. ദൈവം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആര് പറഞ്ഞിട്ടാ? ഒരു വാക്യം മുമ്പി. അത് ഉണ്ടാക്കേണ്ടതെന്നാൽ പെട്ടകത്തിന്റെ നീളം 300 മുഴം. അപ്പൊ നോഹ അല്ല ഇത് തീരുമാനിക്കേണ്ടത്. അപ്പോസ്റ്റൽ ജാക്സണോ ജോഷോ അല്ല ഇത് തീരുമാനിക്കുന്നത്. ഡയമെൻഷന്റെ അളവുകൾ ആരാ തീരുമാനിക്കുന്നത്? ദൈവം. ദൈവത്തിൽ നിന്നുള്ള ശബ്ദത്താലാണ് നോഹ വരയ്ക്കുന്നത്, നോഹ പണിയുന്നത്. ദൈവം നോഹയോട് കൽപ്പിച്ചത് അത്രേ ഉള്ളൂ. അപ്പൊ ദൈവം പറഞ്ഞതാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത്. ആമേൻ. അപ്പൊ ഡയമെൻഷന്റെ അളവുകൾക്ക് എന്ത് ചെയ്യരുത് ആന്റി? വ്യത്യാസം വരുത്തരുത്. നമ്മൾ വരയ്ക്കുന്ന വരയിൽ ഒരടി പോലും കുറയ്ക്കാൻ പറ്റത്തില്ല. ആമേൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആമീൻ പറ. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ അതിലേക്ക് സർവരും വന്ന് കയറാൻ, അവർക്ക് അതിനുള്ള ജ്ഞാനം ലഭിക്കാൻ, അവർക്ക് അതിനുള്ള കഴിവ് ലഭിക്കുവാൻ, അവരുടെ അകത്തുനിന്ന് ഇരുട്ട് മാറിപ്പോകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? ഡയമെൻഷന്റെ അളവുകൾ നമ്മൾ തീരുമാനിക്കരുത്. ഹല്ലേലൂയ. അത് ദൈവത്തിൽ നിന്ന് ഒരു അപ്പോസ്തലൻ കേൾക്കും. ആ ഡയമെൻഷന്റെ രീതിയിലാണ് ആ സഭയെ നമ്മൾ ഓടിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ ആ ഡയമെൻഷനെ മെയിൻറ്റെയിൻ ചെയ്താലേ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലേൽ ഡയമെൻഷൻ നമ്മൾ താത്താൽ, അളവുകൾക്ക് വ്യത്യാസം വരുത്തിയാൽ നമ്മളും മുങ്ങും. എന്താ ഞാൻ പറഞ്ഞത്? ചൊവ്വനേന്റി മനസ്സിലാവുന്നുണ്ടോ? നമ്മളും മുങ്ങും. എല്ലാരും പറഞ്ഞ് നമ്മൾ മുങ്ങിയിട്ട് ആരെയും രക്ഷിക്കണ്ട. ഉറക്കെ പറ, നമ്മൾ മുങ്ങിയിട്ട് ആരെയും രക്ഷിക്കണ്ട. അങ്ങനെ ഒരു ചിന്ത ചിലപ്പോൾ നമ്മൾ വരും. എങ്ങനെയും, അങ്ങനെ ഒരു വാക്യമുണ്ട്, ശരിയാ, എങ്ങനെയും ഏതു വിധത്തിലും ഒരുത്തനെയും കൂടെ രക്ഷിക്കണമെന്നൊരു വാക്യമുണ്ട്. പക്ഷേ അതിന് ചില ഏരിയകളെ അതിന് പെർമിഷൻ ഉള്ളൂ. ഇപ്പൊ ഒരു യഹൂദനെ രക്ഷിക്കാൻ ഞാൻ ചില മേഖലകളിൽ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അവനോട് ഇടപെടണം. ഇപ്പൊ പ്രാവച്ചമ്പലത്ത് പോകുമ്പോൾ ജോഷ് ബ്രദർ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് ഇടപെടുന്നത്. എല്ലാ വീട്ടിലും ജോഷ് ബ്രദർ ഒരു രീതിയിൽ ഇടപെടുന്നത് ഞാൻ കണ്ടില്ല. ഒരു വീട്ടിൽ ചേട്ടാ എന്ന് പറഞ്ഞു കയറും, ചിലപ്പോൾ വേറൊരു വീട്ടിൽ അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി കയറും. അത് നമുക്ക് വേരിയേഷൻ ഉണ്ടാക്കാം, കുഴപ്പമില്ല. അത് ഡയമെൻഷന്റെ ആയിട്ട് ബന്ധമുള്ളതല്ല. യഹൂദന് വേണ്ടി ഞാൻ യഹൂദനെ പോലെയായി, യവനന് വേണ്ടി ഞാൻ യവനന് മനസ്സിലാകുന്ന ഭാഷയിലായി. ഹല്ലേലൂയ. ഏഥൻസ് എന്ന പട്ടണത്തിൽ പൗലോസ് ശുശ്രൂഷിച്ചപ്പോൾ അവിടെ ഫിലോസഫേഴ്സ് ആയിരുന്നു ഉള്ളത്. ആരാണ്? ഗ്രീക്ക് ഫിലോസഫേഴ്സിനോട് പൗലോസ് ജ്ഞാനത്തിന്റെ രീതിയിൽ ഇടപെട്ടത്. ഹല്ലേലൂയ. പക്ഷെ ഇടപെട്ടത് ഡയമെൻഷൻ ആണ്. അത് ഇടപെടുന്നത് ഒന്ന് ഇംഗ്ലീഷിൽ, ഒന്ന് ഗ്രീക്കിൽ, ഒന്ന് മലയാളത്തിൽ, ഒന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അതൊക്കെ ഒന്ന് ജ്ഞാനത്തിൽ, ഒന്ന് എളുപ്പത്തിൽ, അതൊക്കെ. പക്ഷെ ഡയമെൻഷന് മാറ്റമില്ല. അളവാ 30 അടി എന്ന് പറഞ്ഞാൽ 30 അടി, 50 അടി എന്ന് പറഞ്ഞാൽ 50 അടി. ആ അളവ് മാറ്റിയാൽ നമ്മൾ മുങ്ങും. നമ്മൾ മുങ്ങിയാൽ കൈയും കാലും ഇട്ട് അടിക്കുമ്പോ നമുക്ക് വേറൊരുത്തനെ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഉറപ്പിലേക്ക് നമ്മൾ ഈ ദിവസങ്ങൾ എന്ത് ചെയ്യാ? കയറി വരികയാണ്. അന്യഭാഷയിൽ ഒരു മിനിറ്റ്. ഷഹീദാ ലഹിയാ. ഓ ഷഹീദാ. ഈ ഡയമെൻഷന്റെ അകത്ത് ദൂതന്മാരുണ്ട്. ഈ ഡയമെൻഷന്റെ അകത്ത് എല്ലാം ഉണ്ട്. ആ സ്റ്റാൻഡേർഡിലേക്ക് ജനങ്ങൾ കയറി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ സ്റ്റാൻഡേർഡിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കയറി വരാൻ പോവുകയാണ്. ദൈവം യോഹന്നാനോട് പറഞ്ഞു ഇവിടെ കയറി വരിക. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ദൈവമേ ഇറങ്ങി വരണേ. മനസ്സില്ല. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി പോകുന്നുണ്ട്. എന്തിനാ? അവനെ കയറ്റിക്കൊണ്ടുവരുവാൻ. നമ്മൾ മറന്ന പോയിന്റ് അവിടെയാണ്. ഇപ്പൊ നമ്മൾ പ്രാവച്ചമ്പലത്തും ബാലരാമപുരത്തും ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. ആണോ? ആണ്. നമ്മൾ അവിടെ ഡയമെൻഷനോ വലിയ കാര്യങ്ങളോ പറയുന്നില്ല ആദ്യം. പക്ഷെ എന്തിനാണ് ഇറങ്ങുന്നത്? കയറ്റാൻ.
ഹല്ലേലൂയ. പക്ഷെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ പറ്റി. ഇറങ്ങിയപ്പോ അവര് ചിന്തിച്ച് എപ്പോഴും അപ്പോസ്തലൻ ഇറങ്ങി വരുമെന്ന്, എപ്പോഴും അപ്പോസ്തലൻ ഈ നിലവാരത്തിൽ നിൽക്കുമെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇറങ്ങിയത് എന്തിനാണ്? കയറ്റാ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസനിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. എന്തിന്? കുറെ ദൈവപുത്രന്മാരെ ജനിപ്പിക്കാൻ, അല്ലാതെ ദാസനായിട്ട് ഇരിക്കാനല്ല. ദാസന്മാരെ, മനുഷ്യരെ ദൈവപുത്രരാക്കുവാൻ. എല്ലാരും പറഞ്ഞോട്ടെ, ഇറങ്ങിയിടത്ത് നിൽക്കാനല്ല, കയറാനാണ്. ഇറങ്ങിയത് കയറാനാണ്. പറ, ഇറങ്ങിയത് കയറാനാണ്. ഇറങ്ങിയത് കയറാനാണ്, ഇറങ്ങിയത് കയറ്റാനാണ്. അല്ലാതെ നമ്മൾ അവരെ ആശ്വസിപ്പിച്ചോണ്ട് അവിടെ അങ്ങ് ഇരിക്കാനല്ല. എല്ലാവർക്കും എന്തോ മതിയെന്നറിയാവോ? ആശ്വാസം മതി. പക്ഷെ ആശ്വസിപ്പിക്കാനല്ല. നീ ദൈവപുത്രനാക്. നമ്മുടെ പല ശുശ്രൂഷകളും ചർച്ചകളും ആശ്വസിപ്പിക്കൽ ശുശ്രൂഷകളായി മാറി. അതിന്റെ സ്ഥാനമുണ്ട്. അത് ആദ്യത്തെ സ്ഥാനമാ. അത് കഴിഞ്ഞാൽ അവൻ കയറണം. പാസ്റ്ററിനെ അവർ കാണുന്നത് എന്തുവാ? മരിച്ചു കിടക്കുമ്പോൾ വന്ന് ആശ്വസിപ്പിക്കുന്ന ആളായിട്ട്. ആശ്വസിപ്പിക്കുക, പാല് കാച്ചുക, ആശുപത്രി വന്ന് വിസിറ്റ് ചെയ്യുക, ഇതൊക്കെ ഒരു ശതമാനം സ്ഥാനമുണ്ട്. ഇതിനെ എല്ലാം ആക്കരുത്. അപ്പോസ്തലൻ ജോഷ് ഇവിടെ ഇരിക്കുന്നത് ആശുപത്രി വിസിറ്റ് ചെയ്യാനല്ല, എന്നാൽ ഇടയ്ക്ക് ചെയ്തേക്കാം. പക്ഷെ ആളുകളുടെ തലയിൽ പാസ്റ്റർ ആരാണ്? ഞങ്ങൾ ആശുപത്രി കിടക്കുമ്പോൾ അയാളൊന്നും വന്ന് കണ്ടുപോലുമില്ല. സ്നേഹം, അലിവ്, അയാൾക്കൊരു മനസ്സലിവ്. അത് മാത്രമല്ല, അതിന്റെ ഒരുപാട് ആഴത്തിലാണ് ഈ ഡയമെൻഷൻ. പാലുകാച്ചല്ലിത്, ഇത് പെണ്ണിനെ കെട്ടിക്കുന്ന പരിപാടി മാത്രം. അതൊക്കെ ഇതിന്റെ 5%. ബാക്കി 95% ഡയമെൻഷനിലാണ്. അതിലേക്ക് ആളുകൾ കയറണം.